ഫാത്തിഹയിലുള്ളതല്ലേ, ഫാത്തിഹയിൽ ആമീനില്ലേ എന്നൊക്കെ സംശയിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. ഫാത്തിഹയിൽ ആമീനില്ല എന്നല്ല, ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും ആമീനില്ല. അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. കുറൊക്കെ ആൾക്കാർ പഠിച്ച് മുമ്പേ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ പല ബുക്കുകളിലും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും ആമീനില്ല. ജൂതന്മാരുടെ പള്ളിയിൽ നിന്ന് ആരംഭിച്ചതാണ്, അങ്ങനെ ക്രിസ്ത്യൻ പള്ളികളിൽ കൂടി പോന്നു, അങ്ങനെ മുആവിയയുടെ കാലത്ത് മുസ്ലിം പള്ളിയിലും അത് കടന്നുകൂടി. മുആവിയയുടെ കാലത്തിട്ടോ, 4 ഖലീഫമാരുടെ കാലത്തില്ല. അപ്പൊ മുആവിയയുടെ ഉപദേഷ്ടാക്കൾ ജൂതന്മാരായിരുന്നത് കൊണ്ട് ആമീൻ നിങ്ങൾ നിർബന്ധമായിട്ടും പള്ളികളിൽ ചെല്ലണം, ബിസ്മി ചെല്ലാൻ പാടില്ല എന്ന് ഉപദേശിച്ചത് ആര് സ്വീകരിച്ചു? മുആവിയാന്റെ പുരോഹിതൻ അബൂ ഹുറൈറ സ്വീകരിച്ചു. അബൂ ഹുറൈറയുടെ ആൾക്കാരായ സുന്നത്ത് ജമാഅത്തുകാർ മുഴുക്കെ അത് നടപ്പിലാക്കി. അതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ആമീൻ. അപ്പൊ ഖുർആനിൽ ഇല്ലാത്ത ആമീൻ, ഖുർആൻ ബഹിഷ്കരിച്ച ആമീൻ, അർത്ഥം കൊണ്ടും ദൂഷ്യമുള്ള ആമീൻ നമ്മൾ ചെല്ലണമെന്നുണ്ടോ? അർത്ഥം കൊണ്ടും ദൂഷ്യമുണ്ട്. അങ്ങോര് പറഞ്ഞ പ്രകാരം ചെയ്യണമേന. ഈ അങ്ങോരെന്നുള്ള സ്വഭാവം ഇസ്ലാമിലില്ല. അങ്ങോരെന്ന് പറഞ്ഞ പുരോഹിതൻ, അങ്ങോര് പറഞ്ഞ പ്രകാരം സ്വീകരിക്കണമേ, ചെയ്യണമേ, തരണമേ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അങ്ങോര് പറഞ്ഞ പ്രകാരം എന്നല്ലാതെ എന്താ പറയണമെന്ന് ഈ പറയണമെന്ന് കിട്ടൂല, പറയേണ്ടതൊന്നും അറിയില്ല. പിന്നിൽ നിന്ന് അങ്ങനെ പറഞ്ഞെടുത്താൽ മതിയെന്നാ. അങ്ങനെയാണ് ജൂതന്മാർ ആമീൻ ഉണ്ടാക്കിയത്. ഇത് നമ്മൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഖുർആൻ ആമീൻ തന്നെ വർദ്ധിച്ചത്, വലിച്ചെറിഞ്ഞു. ആമീൻ എന്നുള്ള 3 അക്ഷരമേ ഉള്ളൂ. ഖുർആനിൽ കൂട്ടി തൊടിച്ചില്ല. ലോകം മുഴുവൻ പ്രചാരമുള്ളതെന്ന് അള്ളാഹ്ക്കറിയാം, പിന്നീടും പ്രചാരമുണ്ടെന്ന് അള്ളാഹ്ക്കറിയാം. പക്ഷെ അള്ളാഹ്ക്കത്തെ പറ്റാൻ പല പ്രാർത്ഥനകളും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറയാൻ വേണ്ടി പറഞ്ഞു, എന്റെ ചില ബുക്കിൽ ഞാൻ എഴുതാറുണ്ട്, എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ അള്ളാഹ് പറഞ്ഞതാ? എന്ന് പറഞ്ഞാളേ, അത് അള്ളാഹ് പറഞ്ഞതാ, പറയാൻ പറഞ്ഞതാ, അതുകൊണ്ട് എഴുതിയതാ. ആമീന്ന് പറഞ്ഞാളേ എന്ന് ഒരൊറ്റ കിതാബിൽ ആയത്തിലും ഇല്ല, അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല, നബിയും കൽപ്പിച്ചിട്ടില്ല. അള്ളാഹ് പറയാത്ത നബി പറയില്ലല്ലോ. അതാണ് ആമീനും ബിസ്മിയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാൻ കാരണം. അപ്പൊ നമസ്കാരത്തെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മളൊന്ന് പഠിക്കാൻ ഒരുങ്ങിയ അതിനുള്ള ഇഷ്ടം പോലുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഖുർആന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം ഖുർആൻ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു വെച്ച ആയത്ത് അത് വിശദീകരിച്ചിട്ടില്ല. ശരിക്ക് ഒരു തുടക്കമെന്ന് വിചാരിച്ചോളൂ. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പൊതുവെയുള്ള ധാരണ എന്താ? നമ്മളോട് പുരോഹിതന്മാര്, മതപണ്ഡിതന്മാര് പറഞ്ഞെന്താ? നമസ്കാരത്തെ സംബന്ധിച്ച് ഖുർആനൊന്നും നോക്കിയാൽ മനസ്സിലാവില്ല. പിന്നെന്ത് വേണം? ഹദീസ് തന്നെ നോക്കണം. ഹദീസ് നോക്കിയെങ്കിലേ നമസ്കാരം മനസ്സിലാവുള്ളൂ. ഖുർആനിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞു എല്ലാ പ്രശ്നവും വിവരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമസ്കാരത്തെ സംബന്ധിച്ച് പ്രത്യേകം അള്ളാഹ് പറഞ്ഞ എന്താണെന്ന് കേട്ടോളൂ. ഞാൻ ആദ്യം ഉദ്ധരിച്ച ആയത്ത്, ഹാഫിദു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാനൻ ഫഇദാ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും മാ ലം തകൂനൂ തഅലമൂൻ. 2:249. ഈ 2:239 ഈ സൂക്തത്തിൽ പറഞ്ഞ കാര്യം, ഈ 2:200 അപ്പുറമുള്ള ആയത്തുകൾക്ക് ചില പ്രത്യേകത ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കുന്ന എന്താ? ഒരു 2:241 എന്ന് പറഞ്ഞ ഒരു ആയത്ത് ഇവിടെ അടുത്ത കാലത്ത് ഇന്ത്യയിലാകെ പ്രചാരമായി. വലിൽ മുതല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫി ഹഖൻ അലൽ മുത്തഖീൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത്രയധികം പ്രചാരമായ ഒരു ആയത്ത് വേറെയില്ല. ജീവനാംശത്തിന്റെ ആയത്തായിരുന്നു അത്. അതിൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും MP-മാരും MLA-മാരും സകല രാഷ്ട്രീയക്കാരും വലിൽ മുതല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫ് മലയാളത്തിലും അറബിയിലും എഴുതി പഠിച്ചിട്ടാണ് ഇന്ത്യയിൽ ഒട്ടാകെ പ്രചാരമായ ഒരു ആയത്താണ് 2:241. അതേപോലെ ഒന്ന് പ്രചാരാക്കണമെന്നപ്പോ ഞാൻ പറയണത്. അതേപോലെ പ്രചാരാക്കേണ്ട ഒരു ആയത്ത് അതിന്റെ മേലുണ്ട്. 2:241 ആ ആയത്ത് വന്നു. അതിന്റെ ലേശം മുമ്പ്, അതായത് 2:239 ഞാൻ പറഞ്ഞതന്നെ ഈ സംശയം തീർക്കാൻ വേണ്ടിട്ട് നോക്കിയതാ. ഫൈൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാനൻ ഫഇദാ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും മാ ലം തകൂനൂ തഅലമൂൻ. 2:239 239 മറ്റേ 241 ആയിരുന്നു. അപ്പൊ ഈ 2:239 സൂക്തം ഇവിടെ ഇന്ത്യ പ്രചാരമല്ല, ലോക പ്രചാരം സൃഷ്ടിക്കണം. അങ്ങനത്തെ ആയത്താണ്. എന്താ കാരണം? എന്താ ഇതിൽ പറയണത്? ഇവരെന്താ പറയാറുള്ളത്? നിസ്കാരത്തിന്റെ കാര്യം പഠിപ്പിക്കണമെങ്കിൽ നബിന്റെ ഹദീസ് നോക്കണം. നബി പഠിപ്പിച്ചു തന്നതനുസരിച്ച് നിസ്കാരം ശരിയാവുള്ളൂ, അപ്പോഴേ നിസ്കാരം കിട്ടുള്ളൂ.
ഖുർആൻ നോക്കിയാൽ നിസ്കാരം കിട്ടൂല എന്ന് അവർ പറയില്ല. അള്ളാഹ് പറയുന്നത് എന്താ നോക്കുക. അതായത് അതിനൊരു ഹദീസും പറയും. അബൂ ഹുറൈറ ആൻഡ് കമ്പനി, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് നബി പറയാറുണ്ട്. നബി പറയൂലേ എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. നബി അള്ളാന്റെ നബിയാ. അള്ളാഹ് പറഞ്ഞതിന് പിറകണി പറയാൻ വേണ്ടി, അതിന് വിപരീതം പറയാൻ വേണ്ടി വന്ന ആളല്ല നബി. അള്ളാഹ് പറഞ്ഞ മാതിരി എനിക്ക് പറയാൻ പാടുള്ളൂ, അല്ല ഞാൻ അള്ളാഹ് പുറത്താക്കൂലേ. അപ്പൊ അള്ളാഹു പറഞ്ഞത് എന്താന്ന് ആദ്യം പഠിക്കാം. ഫൈൻ ഹിഫ്തും ഫരിജാലൻ ഔ റുക്ബാനൻ. ആദ്യം പറഞ്ഞു ഹാഫിദു അല സ്വലവാത്തി, നമസ്കാരങ്ങളൊക്കെ നിങ്ങൾ നിർവഹിക്കാം, സൂക്ഷിച്ച് ചെയ്യാം നമസ്കാരങ്ങൾ. ഓരോരുത്തരും നമസ്കാരങ്ങൾ ഇപ്പൊ പൊതുവെ ഒരു ധാരണ ഉണ്ട്, നിസ്കരിക്കേണ്ടെന്നാ പറഞ്ഞ നിസ്കാരത്തിന് പോലെ ബുക്കിലെഴുതിയിട്ടുണ്ട്. അള്ളാഹുവിന് അച്ചടക്കത്തോടു കൂടെ നിന്ന് നിസ്കരിക്കണം. ഇവിടെ നടന്നു തുടങ്ങണ്ടേ. ഖുർആന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫത്വൽമീന്റെ എഡിങ് പോലെയല്ല ഖുർആന്റെ ഉണ്ടാവുക. ഖുർആനിൽ ഓരോ സൂക്തങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു കാര്യം പറയാം, പിന്നെ അവിടെ നിന്ന് വേറെ അതേ വിഷയം നിസ്കാരത്തെ പറ്റി പിന്നെ പറയേണ്ടി വരുമ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയും. അങ്ങനെ മൂന്നാമത്തെ ആയത്തിറങ്ങുമ്പോൾ മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയും. അങ്ങനെ നിസ്കാരത്തിന്റെ 10, 15, 19 ആയത്ത് പറഞ്ഞു തീരുമ്പോഴേക്ക് നിസ്കാര കണക്കോ കയ്യിൽ ഒതുങ്ങി. അത് ഒരേ അധ്യായത്തിൽ ഒരു ബാബിൽ ഇങ്ങോട്ട് പറയലല്ല, ഖുർആന്റെ ശൈലി അതല്ല. ഇപ്പൊ ഇവിടുന്ന് ഒന്ന് കിട്ടിയിട്ടോ പഠിച്ചോക്കണം. ഖുർആൻ നോക്കിയാൽ എങ്ങനെ കിട്ടുക, ഖുർആൻ നോക്കിയാൽ എങ്ങനെ കിട്ടുക, ഖുർആൻ നോക്കി ഇങ്ങനെ നോക്കണം, അപ്പളേ കിട്ടുള്ളൂ. എങ്ങനെ നോക്കണം? ഓരോ ആയത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്ത് എന്താ അവിടെ പറഞ്ഞതെന്ന് നല്ലൊന്ന് പഠിക്കാം. ഇവിടെ എന്താ പറഞ്ഞത്? ഖൂമൂലില്ലാഹി ഖാനിതീൻ, അച്ചടക്കത്തോടുകൂടെ നിസ്കാരത്തിന് നിസ്കരിക്കാൻ വേണ്ടി അച്ചടക്കത്തോടുകൂടെ നിൽക്കണം എന്നുള്ള പറഞ്ഞു. അപ്പൊ അവിടെ പിന്നെ ഒരു സംശയം, അച്ചടക്കം ഇപ്പൊ എങ്ങനെ ഉണ്ടാവുകയെന്ന്. അബൂ ഹനീഫ പറഞ്ഞത് അച്ചടക്കം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മൂപ്പർക്ക് മനസ്സിലായതാണ് പറഞ്ഞത്. അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന്റെ മുമ്പിൽ പോയിട്ട്, ഒരു മേലുദ്യോഗസ്ഥന്റെ മുന്നിൽ പോയിട്ട് ഒരു കീഴുദ്യോഗസ്ഥൻ നിൽക്കുകയാണെങ്കിൽ അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അതാ അച്ചടക്കം. അങ്ങനെയൊക്കെയല്ല, കയ്യൊന്തിക്കലല്ലോ. ഇങ്ങനെ അച്ചടക്കത്തിൽ നിൽക്കാൻ പറഞ്ഞാൽ ഇതാണ് എന്റെ അച്ചടക്കം എന്ന് അബൂ ഹനീഫ പ്രഗത്ഭനായ ഒരു ഖുർആൻ പണ്ഡിതനാണ്. മൂപ്പര് പറഞ്ഞിട്ട് നമ്മൾ സമ്മതിക്കുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇമാമ് പറഞ്ഞിട്ട് നമ്മൾ സമ്മതിക്കണം, ഖുർആനിൽ നിന്നിട്ട് തെളിയണം. അപ്പൊ അച്ചടക്കത്തോടുകൂടി നിൽക്കണം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. മഹാരാജാവിന്റെ മുമ്പിൽ പോയി നിൽക്കുക, പ്രാർത്ഥന കേൾക്കുക, ഇങ്ങനെ നിന്നിട്ട് പ്രാർത്ഥിക്കാം എന്നാണ് അബൂ ഹനീഫ കണ്ടുപിടിച്ചത്. ബുദ്ധിയുള്ള തലയാണ്, മനസ്സിലാക്കുക, ബുദ്ധിയുണ്ട്. അത് സ്വീകരിക്കാൻ വേറെ കാര്യം. അച്ചടക്കത്തോട് ഒരാൾക്ക് അച്ചടക്കം ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ, പ്രശ്നമില്ല. എനിക്ക് അച്ചടക്കം കിട്ടണമെങ്കിൽ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ പിന്നിൽ കൈയ്യിട്ടെങ്കിലേ അച്ചടക്കം കിട്ടുള്ളൂ എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, കൈ എവിടെ വെക്കണം എന്ന് അല്ല പറഞ്ഞിട്ടില്ല, അച്ചടക്കം വേണമെന്നേ പറഞ്ഞുള്ളൂ. ഇന്റെ അച്ചടക്കം എങ്ങനെയാണ് അങ്ങനെ ആയിക്കോട്ടെ, ഒരാളുടെ അച്ചടക്കം എങ്ങനെയാണ് അങ്ങനെ ആയിക്കോട്ടെ. ഇവിടെ തർക്കിക്കാൻ പോണില്ല, ഇവിടെ തർക്കല്ലേ. അച്ചടക്കത്തോടുകൂടെ നിൽക്കണം എന്നാ അള്ളാഹ് പറഞ്ഞത്. എന്താ അച്ചടക്കം? നമ്മളൊക്കെ മനസ്സിലാക്കുന്ന കൈ പിന്നിൽക്കും ഇടത്തു മലത്തുനിന്ന് കിട്ടലല്ല, കൈ ഏതാണെന്ന് കൂട്ടി വെക്കുക, അത് താഴെ മേലെ വേണ്ടതെന്ന് തർക്കിച്ച് നെഞ്ഞത്ത് കെട്ടി. ആദ്യത്തെ പരിഷ്കരണം വന്നിട്ട് നെഞ്ഞത്ത് കെത്തി. ഇപ്പൊ